ശിവഭക്തനായ മാർക്കണ്ഡേയൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് മൃഗണ്ടു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മുനിയുണ്ടായിരുന്നു. സൽസ്വഭാവിയും പരമശിവഭക്തനും ആയിരുന്നു അദ്ദേഹം. പക്ഷേ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സന്തതി ഉണ്ടായില്ല. തനിക്ക് ഒരു കുഞ്ഞുണ്ടാകാത്തതിനാൽ അദ്ദേഹം വളരെയധികം ദുഃഖിച്ചു. പലവിധ നേർച്ചകളും വഴിപാടുകളും നടത്തിയെങ്കിലും സന്താന സൗഭാഗ്യം ഉണ്ടായില്ല. ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് വരപ്രസാദമായി സന്താനലബ്ധി കൈവരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. വളരെ കാലത്തെ കഠിന തപസ്സിൽ സംപ്രീതനായി തീർന്ന ശ്രീ പരമേശ്വരൻ മൃഗണ്ഡുവിന് ദർശന സൗഭാഗ്യം നൽകി. തൻ്റെ ഭക്തനായ മൃഗണ്ഡുവിനോട് അദ്ദേഹം ചോദിച്ചു, ഹേ മൃഗണ്ഡുക, നിന്റെ ആഗ്രഹം നാം അറിയുന്നു. നിന്റെ ഭക്തിയിൽ നാം സന്തോഷവാനാണ്. ഒരു സന്താന സൗഭാഗ്യം ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നീ നമ്മെ തപസ് ചെയ്തത്. അതിനാൽ നാം നിന്റെ ആഗ്രഹം സഫലമാക്കുന്നതാണ്. അങ്ങയ്ക്ക് 16 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന ഒരു ഉത്തമ ഗുണസമ്പന്നനായ പുത്രന് വേണോ, അതോ സുദീർഘകാലം ജീവിച്ചിരിക്കുന്ന ഒരു ദുരാചാര്യായ ഒരു പുത്രനെയാണോ വേണ്ടത്? താങ്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പുത്രനെ നൽകാൻ നാം ഒരുക്കമാണ്. ശ്രീ പരമേശ്വരന്റെ ചോദ്യം കേട്ട മൃഗണ്ടു വിനയത്തോടെ പറഞ്ഞു, ഭഗവാനെ, ലോകേശ്വര, അവിടുത്തെ അപാര കൃപയ്ക്ക് ഞാൻ അർഹനാണെങ്കിൽ എനിക്ക് ഒരു ഉത്തമ പുത്രനെ നൽകി അനുഗ്രഹിച്ചാലും. ഭക്തവത്സലനായ ഭഗവാൻ മുനി ആവശ്യപ്പെട്ട വരം നൽകി അനുഗ്രഹിച്ച ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷനായി. മൃഗണ്ടു ആശ്രമത്തിൽ ചെന്ന് വിവരങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു. മൃഗണ്ടുവിൻ്റെ പത്നി ഗർഭിണിയായി. യഥാകാലം ഉത്തമ ലക്ഷണങ്ങളുള്ള ഒരു ഉത്തമ പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അതീവ തേജസ്വിയായ ആ ബാലന് മാർക്കണ്ഡേയൻ എന്ന് നാമകരണം ചെയ്തു. കുട്ടിക്കാലം മുതൽ തന്നെ അവനിൽ ഈശ്വരവിശ്വാസം വേരൂന്നിയിരുന്നു. ഉത്തമ ലക്ഷണങ്ങൾ അവനിൽ പ്രകാശിച്ചു നിന്നു. നിത്യവും ശിവക്ഷേത്രത്തിൽ പോയി പൂജ നടത്തുക എന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ബാല്യത്തിൽ തന്നെ മാർക്കണ്ഡേയൻ വേദശാസ്ത്രങ്ങളിലും ദർശനങ്ങളിലുമെല്ലാം പാണ്ഡിത്യം നേടി. മാർക്കണ്ഡേയൻ മഹാനായ ഒരു തത്വജ്ഞാനിയായി തീർന്നു. ജീവജാലങ്ങളുടെ അസ്ഥിരതയെക്കുറിച്ചും പാപപങ്കിലമായ ഭൗതിക ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു. ജഗത്തിലെ ജീവിതം ഈശ്വരോന്മുഖമാക്കിയാൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂവെന്നും ഇന്ദ്രിയ സുഖങ്ങൾക്കു പിന്നാലെ പോകുന്നവനും ധനം മോഹിച്ച് പാപങ്ങൾ ചെയ്യുന്നവരും വാസ്തവത്തിൽ അധമജന്മത്തിൻ്റെ അന്ധകാരത്തിൽ അകപ്പെടുന്നുവെന്നും അദ്ദേഹം ചിന്തിച്ചു. അപൂർവമായ മനുഷ്യജന്മത്തെ അമൃത തുല്യമാക്കി മാറ്റാൻ ഭഗവാന്റെ പാദകമലങ്ങൾ മനസ്സിലുറപ്പിച്ച് അദ്ദേഹത്തിൻ്റെ തിരുനാമങ്ങൾ നാവിൽ കുടിയിരുത്തി ഭഗവാനോടുള്ള പ്രേമം വളർത്തലാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് ബാല്യകാലത്ത് തന്നെ മാർക്കണ്ഡേയൻ മനസ്സിലാക്കി. പക്ഷേ അവൻ അല്പായുസായിട്ടാണ് ജന്മം കൈക്കൊണ്ടിരിക്കുന്നതെന്ന കാര്യം മാതാപിതാക്കൾ അവനെ അറിയിച്ചതേയില്ല. മാർക്കണ്ഡേയൻ വളരും തോറും മാതാപിതാക്കളുടെ ആധിയും വ്യാധിയും അധികരിച്ചുകൊണ്ടിരുന്നു. മാർക്കണ്ഡേയൻ്റെ ദീർഘായുസ്സിനു വേണ്ടി നേർച്ചകളും വഴിപാടുകളുമായി അവർ കാലം കഴിച്ചു പോന്നു. എങ്കിലും തങ്ങളുടെ ദുഃഖകാരണം മകൻ അറിയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. പുത്രൻ്റെ സമീപം ഉണ്ടാകുമ്പോഴൊക്കെ പുണ്യവതിയായ ആ മാതാവിൻ്റെ കവിളിലൂടെ കണ്ണീർ ഒഴുകുമായിരുന്നു. തന്നെ കാണുമ്പോഴൊക്കെ അമ്മ കരയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പലപ്പോഴും അവൻ ചിന്തിച്ചു നോക്കിയെങ്കിലും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ, അവിടുത്തെ ഉദരത്തിൽ 10 മാസം എന്നെ വഹിച്ച് അസഹനീയമായ വേദന അനുഭവിച്ച് എന്നെ പ്രസവിച്ചതിന് എനിക്ക് അമ്മയോടുള്ള കടപ്പാട് ജന്മജന്മാന്തരം കൊണ്ടും തീർക്കാൻ കഴിയാത്തതാണ്. പക്ഷേ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്ത് കാരണത്താലാണ് അത് ഉണ്ടാകുന്നതെന്നും എനിക്കറിയില്ല. ഏതൊരു പുത്രനെയും സന്തോഷിപ്പിക്കുന്നത് തൻ്റെ മാതാവിൻ്റെ സന്തോഷമാണ്. എന്നാൽ എൻ്റെ മാതാവിന് ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, എന്നെ കാണുന്ന സന്ദർഭങ്ങളിലൊക്കെ അമ്മ വാത്സല്യ അതിരേകത്തോടെ എന്നെ മാറോടണയ്ക്കുകയും കരയുകയും ചെയ്യുന്നു. എന്തിനാണ് അമ്മ ദുഃഖിക്കുന്നത്? ഇനി എൻ്റെ ജന്മത്തിൽ എന്തെങ്കിലും ദോഷം വന്നു ചേർന്നേക്കുമെന്ന ചിന്തയാണോ അമ്മയുടെ മനസ്സിനെ വേദനപ്പെടുത്തുന്നതെങ്കിൽ അത് ബുദ്ധിമോശം മൂലം സംഭവിക്കുന്നതാണ്. കാരണം പരമ്പൊരുളും ഭക്തവത്സലനും സർവ്വവ്യാപിയുമായ ശ്രീ ശങ്കര ഭഗവാന്റെ ഭക്തനാണ് ഞാൻ. ആ ഭഗവാന്റെ അനുവാദമില്ലാതെ ഒരു ശക്തിക്കും എന്നെ ഉപദ്രവിക്കുവാൻ കഴിയുകയില്ല. ലോകൈകനാഥനായ ഭഗവാൻ പരമേശ്വരൻ്റെ പാദപത്മങ്ങളെ സ്മരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഒന്നും സംഭവിക്കുന്നതല്ല. ഇക്കാര്യത്തിൽ എനിക്ക് ദൃഢമായ വിശ്വാസമുണ്ട്. അതിനാൽ അമ്മയുടെ ദുഃഖകാരണം എന്നോട് പറയുക തന്നെ വേണം. എന്നിൽ നിന്നും എന്തിനാണ് അമ്മ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത്?
ഇത് ഗുണത്തേക്കാൾ ദോഷമായിരിക്കും ഭാവിയിൽ ഉണ്ടാക്കുന്നത്. അമ്മയുടെ ഈ കണ്ണുനീർ കാണുമ്പോൾ അതിൻ്റെ കാരണമറിയാതെ എൻ്റെ മനസ്സ് ഉഴലുകയാണ്. അമ്മയ്ക്ക് പൊറുക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ പുത്രൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്തായാലും അമ്മയുടെ ദുഃഖത്തിനുള്ള കാരണം എനിക്ക് അറിയുക തന്നെ വേണം. അമ്മ എന്നോട് സത്യം തുറന്നു പറയുന്നില്ലെങ്കിൽ ഈ ആശ്രമത്തിൽ നിന്നും ഞാൻ ഇനി മുതൽ ജലപാനം പോലും സ്വീകരിക്കുന്നതല്ല. ഇത് സത്യം, സത്യം, സത്യം. പുത്രൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അമ്മ ആകെ ഭയപ്പെട്ടു. തൻ്റെ മകൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുമെന്ന കാര്യത്തിൽ ആ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊന്നും മറച്ചു വെക്കാതെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന മഹാവിപത്തിനെക്കുറിച്ച് അവനോട് പറയുന്നതാണ് ഉത്തമമെന്ന് ആ അമ്മ കരുതി. ആശങ്കയും വേദനയും കൂടിക്കലർന്ന മനസ്സോടെ അവർ പുത്രനോട് പറഞ്ഞു, പുത്ര, ഒരു മാതൃഹൃദയത്തിൻ്റെ വേദന നിനക്കറിയില്ല. ഒരമ്മയ്ക്ക് പുത്രനോടുള്ള ബന്ധം കാലാതീതമായി നിലനിൽക്കുന്നതാണ്. പുത്ര, ദമ്പതികളായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും സന്തതി ഉണ്ടാകാത്തതിനാൽ നിന്റെ അച്ഛൻ ശ്രീ ശങ്കരനെ തപസ്സിലൂടെ പ്രത്യക്ഷപ്പെടുത്തി. അല്പായുസായ സൽപുത്രന് വേണോ, ദീർഘായുസ്സും ദുരാചാര്യമായ പുത്രന് വേണോ എന്ന് ഭഗവാൻ അദ്ദേഹത്തോട് ചോദിച്ചു. സൽപുത്രന് മതി എന്നാണ് നിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ നീ ഞങ്ങൾക്ക് മകനായി പിറന്നു. 16 വയസ്സ് വരെയാണ് നിനക്ക് ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നുമോനെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്റെ അമ്മ ഭൂമിയിൽ ഉണ്ടാകുകയില്ല. എൻ്റെ പുത്രനോടൊപ്പം എന്നെയും കൂടി യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ കനിവുണ്ടാകണമെന്നാണ് ഞാനിപ്പോൾ ജഗദീശ്വരനായി ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. മാതാവിൻ്റെ ദുഃഖകാരണം അറിഞ്ഞ മാർക്കണ്ഡേയൻ അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മേ, ദുഃഖം യാതൊന്നിനും പരിഹാരമല്ല. സന്തോഷമാണ് ആഗ്രഹങ്ങളെ സഫലമാക്കാൻ സഹായിക്കുന്നത്. അച്ഛനമ്മമാരെ പോലെ ഈ പുത്രനും ശ്രീ ശങ്കരനെയാണ് പൂജിക്കുന്നത്. ആ ഭഗവാനെ പ്രാർത്ഥനയിലൂടെ പ്രീതിപ്പെടുത്തി ഞാൻ മരണത്തെ പരാജയപ്പെടുത്തും. ഭക്തവത്സലനായ ഭഗവാൻ അമ്മയുടെ ഈ പുത്രനോട് കരുണ കാണിക്കും. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും നിസ്സീമമായ ഭക്തിയിലൂടെയും ഞാൻ ലോകേശ്വരനെ പ്രീതിപ്പെടുത്തി അപൂർവമായ വരദാനം നേടും. പാർവതി വല്ലഭനായ പരമേശ്വരൻ്റെ വരപ്രസാദം ലഭിക്കും വരെ ഞാൻ തപസ് തുടരും. ഇപ്രകാരം പ്രസ്താവിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ശേഷം മാർക്കണ്ഡേയൻ സമുദ്രതീരത്തേക്ക് നടന്നു. സമുദ്രതീരത്തെത്തിയ മാർക്കണ്ഡേയൻ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി അതിനെ പൂജിക്കാൻ തുടങ്ങി. അനേകം നാൾ പൂജ ചെയ്ത ശേഷം ശിവലിംഗത്തിൻ്റെ മുന്നിലിരുന്ന് കഠിനമായ നിഷ്ഠയോടെ തപസ് ചെയ്യുവാൻ തുടങ്ങി. കാലം കടന്നുപോയി. മാർക്കണ്ഡേയന് 16 വയസ്സ് തികഞ്ഞു. മരണമുഹൂർത്തം അടുത്തു. യമരാജാവിൻ്റെ കൽപ്പന പ്രകാരം യമകിങ്കരന്മാർ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായി അദ്ദേഹത്തിൻ്റെ ചാരത്തണഞ്ഞു. ധ്യാനനിരതനായി ശിവലിംഗത്തിൻ്റെ മുന്നിലിരിക്കുന്ന മാർക്കണ്ഡേയനോട് യമദൂതന്മാർ പറഞ്ഞു, ഹേ മാർക്കണ്ഡേയ, ഭൂമിയിൽ ജീവിക്കാൻ നിനക്ക് അനുവദിച്ചിട്ടുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. യമദേവൻ്റെ ദൂതന്മാരായി ഞങ്ങളോട് നിന്നെ യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം കൽപ്പിച്ചിരിക്കുകയാണ്. കാലം അവസാനിച്ചാൽ ഏതൊരു ജീവിയും ഞങ്ങളുടെ സ്വാമിയുടെ കൽപ്പനയ്ക്ക് വിധേയരായി യമലോകത്തിലേക്ക് വരിക തന്നെ വേണം. അതിനാൽ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകുകയാണ്. യമകിങ്കരന്മാരുടെ വാക്കുകൾ കേട്ട മാർക്കണ്ഡേയൻ പറഞ്ഞു, നിങ്ങൾ യമദൂതന്മാരാണെന്ന കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ദയവായി നിങ്ങൾ എൻ്റെ ശിവപൂജയ്ക്ക് മുടക്കം വരുത്തരുത്. ശിവപൂജയിൽ മുഴുകിയിരിക്കുന്ന എന്നെ തൊടുന്നത് പോലും ആപത്താണെന്ന് നിങ്ങൾ അറിയുക. എനിക്കിപ്പോൾ നിങ്ങളോടൊപ്പം വരുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരാഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശിവപൂജ നടത്തുന്നത്. അത് പൂർണ്ണമാകുന്നതുവരെ മറ്റൊന്നിനും ഞാൻ വഴങ്ങുന്നതല്ല. മാർക്കണ്ഡേയൻ്റെ വാക്കുകൾ കേട്ട യമകിങ്കരന്മാർ മടങ്ങിപ്പോയി. യമരാജാവിനെ കണ്ട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. അദ്ദേഹം കോപാകുലനായി പറഞ്ഞു, വെറും കൈയോടെ മടങ്ങി വരുവാനാണോ ഞാൻ നിങ്ങളെ കൽപ്പിച്ചയച്ചത്? മാർക്കണ്ഡേയൻ്റെ കാലാവധി അവസാനിച്ച സ്ഥിതിയിൽ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ അവനെ കൊണ്ടുവരേണ്ടതായിരുന്നു. ശരി, നാം തന്നെ നേരിട്ട് പോകും. തൽക്ഷണം യമരാജൻ മാർക്കണ്ഡേയന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇക്കാര്യം അറിഞ്ഞ മാർക്കണ്ഡേയൻ ഇരു കരങ്ങളും കൊണ്ട് ശിവലിംഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഇത് കണ്ട കാലിന് അരിശം വന്നു. അതിനാൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഹേ മാർക്കണ്ഡേയ, മരണത്തെ തോൽപ്പിക്കാൻ നീ ആരാ? ഞാൻ യമദേവനാണ്. നിന്റെ തന്ത്രമൊന്നും എൻ്റെ മുന്നിൽ നടക്കുകയില്ല. ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? യമൻ ഇപ്രകാരം അട്ടഹാസത്തോടെ പറഞ്ഞപ്പോൾ മറുപടി ഒന്നും പറയാതെ കൈലാസേശ്വര, ശ്രീ പരമേശ്വര, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് മാർക്കണ്ഡേയൻ നിലകൊണ്ടു. ഈ സമയം താൻ കർത്തവ്യനിരതനാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചറിഞ്ഞ
യമരാജൻ തൻ്റെ കയ്യിലിരുന്ന മൃത്യുപാശത്തെ മാർക്കണ്ഡേയൻ്റെ നേർക്കെറിഞ്ഞു. യമൻ എറിഞ്ഞ കുരുക്ക് ശിവലിംഗത്തെയും കെട്ടിവരിയാൻ കാരണമായി തീർന്നു. പൊടുന്നനെ ശിവലിംഗത്തിൽ നിന്നും ഭഗവാൻ സദാശിവൻ പ്രത്യക്ഷനായി. തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിലപിക്കുന്ന ഭക്തനെ കൊല്ലാൻ ശ്രമിക്കുന്ന യമദേവനെ ഭഗവാൻ കണ്ടു. അദ്ദേഹം കോപാകുലനായി തൻ്റെ ഉറച്ച ഭക്തനായ മാർക്കണ്ഡേയൻ്റെ നേർക്ക് കാലപാശം എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച യമദേവനെ ഭഗവാൻ തൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഉയർന്ന ക്രോധാഗ്നിയിൽ ദഹിപ്പിച്ചു. അന്നു മുതൽ ശിവനെ മൃത്യുഞ്ജയൻ എന്ന പേരുണ്ടായി. ഭഗവാൻ മന്ദഹാസത്തോടെയും എന്നാൽ ഗൗരവത്തോടെയും മാർക്കണ്ഡേയനോട് പറഞ്ഞു: ഹേ ഭക്ത ശിരോമണിയെ മാർക്കണ്ഡേയ, നിന്റെ ഭക്തിയിൽ നാം അതീവ സന്തുഷ്ടനാണ്. അതിനാൽ മരണത്തിന് ഒരിക്കലും നിന്നെ കീഴടക്കാനാകുകയില്ല. നിനക്കെന്നും 16 വയസ്സ് തന്നെയായിരിക്കും. ഇന്നു മുതൽ നീ ചിരഞ്ജീവിയായിരിക്കുന്നതാണ്. അപ്രകാരം പ്രസ്താവിച്ച് കാരുണ്യദീപമായ ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ശ്രീശങ്കരൻ്റെ പാതാരവിന്ദങ്ങൾ വീണ് നമസ്കരിച്ച ശേഷം മാർക്കണ്ഡേയൻ ഭക്ത്യാനുസരണം പറഞ്ഞു: ത്രൈലോക്യനാഥനായ ഭഗവാനെ, അവിടുത്തെ അനുഗ്രഹം മാത്രമാണ് ഈ ദാസനുള്ളത്. അവിടുന്ന് നൽകിയ അപൂർവമായ വരപ്രസാദത്തിന് ഈ ദാസൻ്റെ സഹസ്രകോടി പ്രണാമം. ചിരഞ്ജീവിയായി പുത്രൻ തിരിച്ചു വന്നതിൽ അച്ഛനമ്മമാർ വളരെ സന്തോഷിച്ചു.